സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവില്ല. ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയത് 13,196 പേർ. 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 145 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 416 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിൽ. തിരുവനന്തപുരത്ത് 5 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേർ ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിലും 2 പേർ മെഡിക്കൽ കോളേജിലും. മലപ്പുറത്ത് 12 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. അവസാനം രോഗം സ്ഥിരീകരിച്ചത് വഴിക്കടവ് സ്വദേശിക്ക്. കൂടുതൽ പേർക്ക് രോഗസാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ്. ജലദോഷം, പനി, ചുമ, കഫക്കെട്ട് തുടങ്ങി ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ വിദഗ്ധ സഹായം തേടണമെന്നും ആരോഗ്യവകുപ്പ്. വിഴിഞ്ഞത്ത് സ്വപ്ന സാക്ഷാത്കാരം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയിൽ ആദ്യ കപ്പൽ നങ്കൂരമിട്ടു. സാൻ ഫെർണാണ്ടോ മദർഷിപ്പിന് വാട്ടർ സല്യൂട്ട് നൽകി വരവേൽപ്പ്. ട്രയൽ റൺ ഉദ്ഘാടനവും ഔദ്യോഗിക സ്വീകരണവും നാളെ. ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും കപ്പലെത്തിയത് 2000 കണ്ടെയ്നറുകളുമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം. വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നിന്ന് യാഥാർത്ഥ്യമാക്കുന്ന സ്വപ്നമാണെന്നും മുഖ്യമന്ത്രി. അഭിമാനപൂർവ്വമായ ഈ നേട്ടം നമുക്ക് ഓരോരുത്തർക്കും ആഘോഷമാക്കാമെന്നും മുഖ്യമന്ത്രി. മലയാളികൾക്ക് അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷമെന്ന് മന്ത്രി VN വാസവൻ. പിണറായി സർക്കാരുകളുടെ ഇച്ഛാശക്തിയുടെ ഫലമാണ് വിഴിഞ്ഞം പദ്ധതി. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരവുമായി സർക്കാർ. താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു. മലപ്പുറത്ത് 74 സ്കൂളുകളിലായി 120 താൽക്കാലിക ബാച്ചുകൾ. കാസർഗോഡ് 18 സ്കൂളുകളിലായി 18 താൽക്കാലിക ബാച്ചുകളും. താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നതിലൂടെ സർക്കാരിന് 14 കോടിയുടെ അധിക ബാധ്യതയെന്ന് മന്ത്രി V ശിവൻകുട്ടി. താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചതോടെ സീറ്റ് പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി. +1 താൽക്കാലിക ബാച്ച് അനുവദിച്ച സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് പ്രതിപക്ഷത്തിന്റെ പോരാട്ട വിജയം. പ്രതിപക്ഷം പറഞ്ഞതാണ് ശരിയെന്ന് സർക്കാരിന് ഇപ്പോൾ ബോധ്യപ്പെട്ടതായും VD സതീശൻ. എന്നാൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും കോഴിക്കോട്, പാലക്കാട്, വയനാട് ജില്ലകളിലും അധിക ബാച്ചുകൾ വേണം. ഈ ജില്ലകളിലെ വിദ്യാർത്ഥികളും പ്രവേശനത്തിനായി കാത്തിരിക്കുന്നെന്നും പ്രതിപക്ഷ നേതാവ്. +1 സീറ്റ് പ്രതിസന്ധിയിൽ പരാതി തീരുന്നില്ല. അധിക സീറ്റ് അനുവദിച്ചതിൽ കോഴിക്കോടിനെ അവഗണിച്ചെന്ന ആരോപണം. MSFന്റെ കോഴിക്കോട് RDD ഓഫീസ് ഉപരോധത്തിൽ സംഘർഷം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. തൃശൂരിൽ മേയറെ ചൊല്ലി തർക്കം രൂക്ഷം. MK വർഗീസ് രാജിവെക്കണമെന്ന VS സുനിൽകുമാർ. തെരഞ്ഞെടുപ്പ് കാലത്ത് മേയർ കൈക്കൊണ്ടത് NDA അനുകൂല സമീപനം. ഇടതുപക്ഷത്തിന്റെ മേയറായി പ്രവർത്തിക്കുവാൻ കഴിയാത്ത MK വർഗീസിനെ മാറ്റണം. CPIയുടെ പിന്തുണ മേയർക്കില്ലെന്നും രാജിക്കാര്യത്തിൽ LDF തീരുമാനമെടുക്കണമെന്നും സുനിൽകുമാർ. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച CAG. മനുഷ്യ വന്യമൃഗ സംഘർഷം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. വനഭൂമി വനേതര പ്രവർത്തനങ്ങൾക്ക് കൊടുത്തു. വനഭൂമി കയ്യേറ്റം തടയാതിരുന്നത് സംഘർഷത്തിന് കാരണമായെന്നും CAG റിപ്പോർട്ട്. വന്യജീവി സെൻസസ് കൃത്യമായി നടപ്പിലാക്കിയില്ലെന്നും CAG. KSEBിക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശം. വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര കുടിയേറ്റ വിഷയത്തിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. വിദ്യാർത്ഥികളുടെ കുടിയേറ്റം പൂർണ്ണമായി തടയുവാൻ സാധിക്കില്ലെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. സംസ്ഥാനമൊട്ടാകെ വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസികളായി മാറിയെന്ന പ്രതിപക്ഷ നേതാവ്. രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നാണ് യുവതലമുറ വിശ്വസിക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു.
എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 79,044 പേർ എഴുതിയ പരീക്ഷയിൽ 58,340 പേർ യോഗ്യത നേടി. റാങ്ക് പട്ടികയിൽ ഇടം നേടിയത് 52,500 പേർ. ആദ്യ 100 റാങ്കിൽ 13 പെൺകുട്ടികളും 87 ആൺകുട്ടികളും. ഏറ്റവും കൂടുതൽ പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത് എറണാകുളം ജില്ലയിൽ. പരീക്ഷ നടന്നത് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലും ന്യൂഡൽഹി, മുംബൈ, ദുബായ് കേന്ദ്രങ്ങളിലുമായി. സംസ്ഥാനത്ത് ആദ്യ ഓൺലൈൻ കീം പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചതിൽ 1ാം റാങ്ക് നേടി പി ദേവാനന്ദ ആലപ്പുഴ സ്വദേശി. 2ാം റാങ്ക് കരസ്ഥമാക്കി മലപ്പുറം സ്വദേശി ഹഫീസ് റഹ്മാൻ. ആദ്യ 3 റാങ്കുകളും ആൺകുട്ടികൾക്ക്. പെൺകുട്ടികളിൽ 1ാമത് എറണാകുളം സ്വദേശിനി പൂർണിമ രാജീവ്. ആദ്യ റാങ്കുകാരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. പ്രമോദ് കോട്ടൂളി ശ്രമിച്ചത് PSC ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടാനെന്ന പാർട്ടി വിലയിരുത്തൽ. പണം നൽകിയത് വനിതാ ഹോമിയോ ഡോക്ടർ. ഉന്നത ഇടപെടലിലൂടെ ജോലി ഉറപ്പാക്കാമെന്ന് പ്രമോദ് വാക്കു നൽകി. പ്രമോദ് നേരിട്ട് പണം കൈപ്പറ്റിയില്ലെന്നും ഇടനിലക്കാരൻ മുഖേനയെന്നും പാർട്ടി വിലയിരുത്തൽ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിന് പുച്ഛമെന്ന നിയമസഭയിൽ മന്ത്രി MP രാജേഷ്. പ്രതിപക്ഷ നേതാവിൻ്റെത് സമ്മർദ്ദ തന്ത്രം. ആദരവ് പ്രതിപക്ഷ നേതാവ് ദുരുപയോഗിക്കുന്നുവെന്നും MP രാജേഷ്. തന്റെ മേൽ ധാർഷ്ട്യമെന്ന കാപ്പ ചുമത്തേണ്ടെന്ന VD സതീശന്റെ മറുപടി. എക്സൈസ് വകുപ്പിനെതിരായ അഴിമതി ആരോപണം കൊണ്ടുവന്ന ശേഷമാണ് മന്ത്രി തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്നും VD സതീശൻ. ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര ജൻ AI കോൺക്ലേവിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. കേരളത്തെ ജൻ ഹബ്ബായി ഉയർത്തുന്നതിലെ നാഴികക്കല്ലെന്ന മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രഭാഷണത്തിൽ. രാജ്യത്തിനും കേരളത്തിനും ചരിത്ര നിമിഷം. പുതിയ സംരംഭങ്ങൾക്ക് കേരളം നൽകുന്ന പരിഗണനയുടെ ഉദാഹരണമാണിതെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ഒരു സർക്കാർ ആശുപത്രിക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 95% സ്കോറോടെ മുസ്കാൻ സർട്ടിഫിക്കേഷനാണ് നേടിയത്. വയനാട് മെഡിക്കൽ കോളേജാണ് ഇത് കരസ്ഥമാക്കിയത്. ഇതോടെ സംസ്ഥാനത്ത് മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആശുപത്രികളുടെ എണ്ണം 2 കൂടുതൽ ആശുപത്രികളെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ ലക്ഷ്യമിടുന്നതായും മന്ത്രി. പ്രധാനപ്പെട്ട ചില ടൂറിസം കേന്ദ്രങ്ങളിൽ ശുചിമുറി സംവിധാനമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പലതും വനം വകുപ്പുമായി ബന്ധപ്പെട്ടത്. വനം വകുപ്പിന്റെ സ്ഥലത്ത് നിർമ്മാണങ്ങൾ സാധ്യമല്ല. വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മുഹമ്മദ് റിയാസ്. കാസർഗോഡ് ഷൂ ധരിച്ചതിന് +1 വിദ്യാർത്ഥിക്ക് സീനിയേഴ്സിന്റെ ക്രൂരമർദ്ദനം. 16-കാരനെ തല്ലിച്ചതച്ചത് ചിത്താരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളുടെ റാഗിംഗ്. ഹൊസ്ദുർഗ് പോലീസിൽ പരാതി നൽകി രക്ഷിതാക്കൾ. ന്യൂസ് മലയാളം ഇംപാക്ട്. പെരുമ്പാവൂരിൽ നൂറുൽ ഹുദ മസ്ജിദിൽ നടക്കുന്ന ബാലവിവാഹത്തിൽ നടപടി. ഗൗരവമേറിയ വിഷയമാണെന്ന് ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ അന്വേഷണം പ്രഖ്യാപിച്ച കമ്മീഷൻ. സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ. എറണാകുളം DCPയോട് റിപ്പോർട്ട് തേടി. നടപടി ന്യൂസ് മലയാളത്തിന്റെ വാർത്തയ്ക്ക് പിന്നാലെ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കൊല്ലത്ത് സ്വകാര്യ ബാങ്കിന്റെ പേരിൽ 50 കോടിയുടെ തട്ടിപ്പ്. ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡിന്റെ തട്ടിപ്പിനിരയായത് ഭൂരിഭാഗവും സ്ത്രീകൾ. തട്ടിപ്പ് നടത്തിയത് വലിയ പലിശ വാഗ്ദാനം നൽകി പണം സ്വീകരിച്ചുകൊണ്ട്. തട്ടിപ്പിലൂടെ നേടിയ പണം തമിഴ്നാട്ടിലെ കമ്പനികളിലേക്ക് മാറ്റി ചെന്നൈയിൽ മറ്റു വ്യവസായങ്ങൾ നടത്തി രാം സുദർശൻ. കമ്പനി ഉടമ തിരുനെൽവേലി സ്വദേശി രാം സുദർശനെ പിടികൂടാതെ പോലീസ്.
പ്രവൃത്തി ദിനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുപ്പിച്ച UDF. സംഭവം വടകര MP ഷാഫി പറമ്പലിന്റെ ജാഥയിൽ. ചീക്കോന്ന് ഈസ്റ്റ് MLP സ്കൂളിലെ വിദ്യാർത്ഥികളെ ജാഥയിൽ പങ്കെടുപ്പിച്ചത് നട്ടുച്ച സമയത്ത്. അധ്യാപകർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി SFI. തിരുവനന്തപുരത്ത് സഹകരണ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. തട്ടിപ്പിനിരയായയാൾ ജീവനൊടുക്കുവാൻ ശ്രമിച്ചു. ആത്മഹത്യാശ്രമം ബാങ്കിന്റെ ഓലത്താന്നി ബ്രാഞ്ചിൽ. തട്ടിപ്പ് ആരോപണം പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ. ബാങ്കിലെ ജീവനക്കാർ തട്ടിയെടുത്തത് 88,000 രൂപ. പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്ക് സംഘം പ്രസിഡന്റ് ജയചന്ദ്രൻ, ബോർഡ് മെമ്പർ ചന്ദ്രൻ, സെക്രട്ടറി ജയകുമാരി എന്നിവർക്കെതിരെ കേസെടുത്ത നെയ്യാറ്റിൻകര പോലീസ്. കണ്ണൂരിൽ ഭർത്താവ് ഭാര്യയെ തലക്കടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് നെല്ലിക്കുറ്റി സ്വദേശി ഭവാനി. ഭർത്താവ് നാരായണൻ പാര കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. നാരായണന് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ. വിദ്യാർത്ഥിനികളുടെ ഫോട്ടോ അശ്ലീല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പങ്കുവച്ച മുൻ SFI നേതാവ് രോഹിത്തിനെതിരെ പ്രതിഷേധം ശക്തം. രോഹിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യം. കാലടി പോലീസ് സ്റ്റേഷനിലേക്കുള്ള KSU മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ച പോലീസ്. അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കായി പാകിസ്ഥാനിലേക്കില്ലെന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്കോ ശ്രീലങ്കയിലേക്കോ മാറ്റുവാൻ ICCയോട് ആവശ്യപ്പെടും. ഇന്ത്യ അവസാനം പാകിസ്ഥാനിൽ കളിച്ചത് 2008. കോപ്പ അമേരിക്കയിൽ കൊളംബിയ ഫൈനലിൽ. സെമിയിൽ ഉറുഗ്വായെ തകർത്തത് എതിരില്ലാത്ത ഒരു ഗോളിന്. വിജയ ഗോൾ നേടി ജെപ്സേഴ്സൺ ലർമ. ജൂലൈ 15 നടക്കുന്ന ഫൈനലിൽ അർജന്റീനയെ നേരിടും. ഒരു ടൂർണമെന്റിൽ ഏറ്റവും അധികം അസിസ്റ്റ് നേടുന്ന താരമായി കൊളംബിയൻ നായകൻ ഹാമിഷ് റോഡ്രിഗസ്. സൂപ്പർ താരം ലിയോണൽ മെസ്സിയുടെ റെക്കോർഡ് മറികടന്നു. 2021 കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ മെസ്സി കുറിച്ച 5 അസിസ്റ്റന്റിന്റെ റെക്കോർഡാണ് മറികടന്നത്. കോപ്പ അമേരിക്കയിലെ സെമി തോൽവിക്ക് പിന്നാലെ സ്റ്റേഡിയത്തിൽ കൊളംബിയൻ ആരാധകരുമായി ഏറ്റുമുട്ടി യുറുഗ്വായ് താരങ്ങൾ. ഡാർവിൻ ന്യൂനസിന്റെ നേതൃത്വത്തിൽ ഗ്യാലറിയിലേക്ക് താരങ്ങൾ എത്തിയതോടെയാണ് തർക്കം ആരംഭിച്ചത്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കുടുംബങ്ങളെ രക്ഷിക്കുവാൻ ശ്രമിച്ചതാണെന്ന വിശദീകരണം. മൈതാനത്ത് കൊളംബിയൻ കളിക്കാരുമായി തർക്കിച്ച് US സുവാരസ്. ബ്രസീലിൽ ഫുട്ബോൾ താരത്തെ വെടിവെച്ച പോലീസ്. സംഭവം പ്രാദേശിക ക്ലബ്ബുകൾ തമ്മിലെ മത്സരത്തിനിടെ തർക്കമുണ്ടായപ്പോൾ. ഗോൾ കീപ്പർ സോസയ്ക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് മിലിറ്ററി പോലീസ്. യൂറോ കപ്പിൽ ഇംഗ്ലണ്ട് സ്പെയിൻ ഫൈനൽ. സെമിയിൽ നെതർലൻഡ്സിനെ 1-2 ഗോളിന് വീഴ്ത്തി ഇംഗ്ലണ്ട്. 90-ാം മിനിറ്റിൽ വിജയ ഗോൾ നേടി ഒലി വാറ്റ്കിൻസ്. ഇംഗ്ലണ്ടിന്റെ തുടർച്ചയായ 2ാം ഫൈനൽ. ഇന്ത്യൻ ടീമിന്റെ പുതിയ പരിശീലകനായ ഗൗതം ഗംഭീറിനെ നിയമിക്കുന്നതിൽ BCCI കോഹ്ലിയുമായി ചർച്ച ചെയ്തില്ലെന്ന് റിപ്പോർട്ട്. വിരാട് കോഹ്ലി വിവരമറിഞ്ഞത് പ്രഖ്യാപനത്തിന് ശേഷം. ഹാർദിക് പാണ്ഡ്യയെ നേരത്തെ അറിയിച്ചിരുന്നെന്നും സൂചന. നേരത്തെ IPL-നിടെ പലതവണ പരസ്യമായി ഏറ്റുമുട്ടിയവരാണ് കോഹ്ലിയും ഗംഭീറും. ശ്രീലങ്കൻ 2020 ടീമിന്റെ നായകസ്ഥാനമൊഴിഞ്ഞ വാനിന്ദു ഹസ്രംഗ. തീരുമാനം മോശം പ്രകടനത്തിലെ വിമർശനം നേരിടുന്നതിനിടെ. കളിക്കാരനെന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തുവാൻ ആഗ്രഹമെന്ന താരം. ലോകകപ്പിൽ ശ്രീലങ്ക പുറത്തായത് സൂപ്പർ 8 കാണാതെ. പ്രീ സീസൺ സന്നാഹ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. പട്ടായ യുണൈറ്റഡിനോട് 1-2 ഗോളിന് തോറ്റു. ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം തായ്ലൻഡിൽ തുടരുന്നു. അഡ്രിയാൻ ലൂണ ടീമിനൊപ്പം ചേർന്നു.
ജർമ്മൻ സൂപ്പർ താരം തോമസ് മുള്ളർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. യൂറോ കപ്പ് തോൽവിക്ക് പിന്നാലെ തീരുമാനം പരിശീലകനെ അറിയിച്ച മുള്ളർ. തോമസ് മുള്ളർ ജർമ്മനിക്കൊപ്പം ലോകകപ്പ് നേടിയ താരം. കേരള സൂപ്പർ ലീഗിൽ കൊച്ചി ടീമിന്റെ പേര് പ്രഖ്യാപിച്ച ഉടമയായ നടൻ പൃഥ്വിരാജ് ഫോർസ കൊച്ചി FC എന്ന പേരിൽ കളിക്കും. ലോകോത്തര പ്രതിഭകളെ ടീമിലെത്തിക്കുമെന്ന് പൃഥ്വിരാജ്. കേരള സൂപ്പർ ലീഗിൽ ഇത്തവണ കളിക്കുന്നത് 6 ടീമുകൾ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ സെമി പോരാട്ടങ്ങൾക്ക് തുടക്കം. ഡോണ വെക്കിച്ചും ജാസ്മിൻ പൗളിനെയും ഏറ്റുമുട്ടുന്നു. ക്രെജിവോയ്ക്ക് റിബാക്കിന് എതിരാളി. പുരുഷ സിംഗിൾസിൽ സെമി പോരാട്ടങ്ങൾ നാളെ. പന്തളത്ത് യുവാവിന് ഭക്ഷ്യവിഷബാധ ഏറ്റത് പന്തളം മന്നം ആയുർവേദ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിക്ക്. പന്തളത്തെ ഫലക്ക് ഹോട്ടലിൽ നിന്നാണ് ബട്ടർ ചിക്കൻ കഴിച്ചതിനു പിന്നാലെയാണ് ഭക്ഷ്യവിഷബാധ. ഹോട്ടൽ പൂട്ടിച്ച് നഗരസഭാ അധികൃതർ. ഇടുക്കി പെരുവന്താനം പോലീസ് സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടിയത് പാറാവ് ഡ്യൂട്ടിക്കിടെ സർവീസ് പിസ്റ്റൾ വൃത്തിയാക്കുന്നതിനിടെ. വെടിയേറ്റത് പോലീസ് സ്റ്റേഷന്റെ ഭിത്തിയിൽ. അശ്രദ്ധമായി പിസ്റ്റൾ കൈകാര്യം ചെയ്തതിന് പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CPO മൊളൈസ് മൈക്കിളിനെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ വഴി നികുതി വെട്ടിച്ചെന്ന കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി സുരേഷ് ഗോപി. അപ്പീൽ വിടുതൽ ഹർജി തള്ളിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യം. ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ പങ്കാളിയെ ഭർത്താവെന്ന് പറയാനാകില്ലെന്ന് ഹൈക്കോടതി. നിയമപരമായി വിവാഹം കഴിച്ചാൽ മാത്രമേ ഭർത്താവെന്ന് പറയാനാകൂ. പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ശാരീരിക മാനസിക പീഡനമുണ്ടായാൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരില്ലെന്നും IPC 498A പ്രകാരം കേസെടുക്കാനാകില്ലെന്നും ഹൈക്കോടതി. കോടതി നിരീക്ഷണം. എറണാകുളം സ്വദേശിയായ ഡോക്ടർക്കെതിരെ കൊയിലാണ്ടി പോലീസ് എടുത്ത ഗാർഹിക പീഡന കേസ് റദ്ദാക്കി. പല IAS IPS ഉദ്യോഗസ്ഥരും നിയമവിരുദ്ധമായി ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നെന്ന് ഹൈക്കോടതി. നിയമപ്രകാരം ബീക്കൺ ലൈറ്റ് പ്രവർത്തിപ്പിക്കേണ്ടത് അടിയന്തര സാഹചര്യങ്ങളിലെന്നും ഹൈക്കോടതി. അനധികൃതമായി സർക്കാർ ബോർഡ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിലും നടപടിയെടുക്കണം. കോടതി പരാമർശം വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ. ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി നടത്തിയ ജീപ്പ് യാത്രയിൽ നടപടി. ജീപ്പ് കസ്റ്റഡിയിലെടുത്ത പോലീസ്. ജീപ്പിന്റെ കളർ ഫോട്ടോ നാളെ ഹാജരാക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച്. പഴയ പടിയിലാക്കിയ വാഹനം മലപ്പുറത്ത് നിന്ന് പനമ്പരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇന്ന് പുലർച്ചെ. നടപടി സ്വമേധയാ കേസെടുക്കുമെന്നും വാഹനം പിടിച്ചെടുക്കുവാനുള്ള ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ. കേരള സർവകലാശാല സെനറ്റിൽ 4 പേരെ നിയമിച്ച ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത് SFI ഹൈക്കോടതിയിൽ. ചാൻസലറുടെ പുതിയ സെനറ്റ് നാമനിർദ്ദേശവും യോഗ്യത കുറഞ്ഞവരെന്ന ഹർജിയിൽ. ചാൻസലർ ആദ്യം നൽകിയ നാമനിർദ്ദേശ പട്ടിക ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഗവർണർക്കെതിരായ കേസ് നടത്തിപ്പിന് വൈസ് ചാൻസലർമാർ സർവകലാശാല ഫണ്ട് ഉപയോഗിച്ചതിൽ വിമർശനവുമായി ഗവർണർ. ചെലവഴിച്ച തുക അടിയന്തരമായി തിരിച്ചടയ്ക്കണമെന്ന ഉത്തരവ്. VC-മാർ മടക്കി നൽകേണ്ടത് 1,13,00,000 രൂപ. സ്വന്തം കേസ് സ്വന്തം ചെലവിൽ നടത്തണമെന്ന് ഗവർണർ. സർവകലാശാല ഫണ്ടിൽ നിന്ന് പണമെടുത്തത് ധനദുർവിനിയോഗമാണെന്നും നീതീകരിക്കാൻ കഴിയില്ലെന്നും ഉത്തരവിൽ.
സ്വകാര്യ ബസ്സുകളിലെ സീറ്റുകളുടെ അകലം കുറയ്ക്കുന്നുവെന്ന പരാതിയിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ. പരാതിയിൽ അന്വേഷണം നടത്തി തൃശൂർ RTOയിൽ നിന്നും പ്രാഥമിക റിപ്പോർട്ട് വാങ്ങി. തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ 4 മാസത്തിനകം പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം. യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള ബാധ്യത RTOയ്ക്കുണ്ടെന്നും കമ്മീഷൻ. ഉത്തരവ് സീറ്റുകൾ തമ്മിലുള്ള അകലം കുറച്ചത് കാരണം യാത്രക്കാർ ദുരിതത്തിലാണെന്ന പരാതി. കൊച്ചിയിൽ തീ തുപ്പുന്ന ബൈക്കിലെ അഭ്യാസ പ്രകടനം. തിരുവനന്തപുരം സ്വദേശി കിരൺ ജ്യോതിയുടെ ലൈസൻസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. 9,000 രൂപ പിഴയടയ്ക്കുവാനും നിർദ്ദേശം. അനധികൃതമായി രൂപമാറ്റം വരുത്തി സൈലൻസറുകൾ മാറ്റി പകരം അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസറുകൾ ഘടിപ്പിച്ച സംഭവത്തിൽ MVDയുടെ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് കേസെടുത്തിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തേണ്ടെന്ന് ബിനോയ് വിശ്വം. തോറ്റെങ്കിൽ അതൊരാളുടെ മാത്രം കുറ്റമല്ല, തെരുവിൽ പരസ്പരം പോരടിക്കേണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി. ബിനോയ് വിശ്വത്തിന്റെ മറുപടി മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനത്തിൽ. കൊച്ചി വാട്ടർ മെട്രോ 2ാം ഘട്ടം ഒരുങ്ങുന്നു. 141 കോടിയോളം രൂപ മുടക്കി 15 ബോട്ടുകൾ കൂടി സർവീസിനെത്തും. ടെർമിനലുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കും ബോട്ടുകളുടെ നിർമ്മാണത്തിനും ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നു. പുറത്തിമലയിൽ നിന്ന് കൂറ്റൻ പാറ അടർന്നു വീണ ഇടുക്കി ആർച്ച് ഡാമിന്റെ കവാടത്തിന് കേടുപാട്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. പാറ വീണതിൽ ആശങ്കയിലായി സമീപവാസികൾ. അപകടകരമായ വിധത്തിൽ കൂടുതൽ പാറകൾ ഉണ്ടെന്നും ഇവ പൊട്ടിച്ചു മാറ്റുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ. പാലക്കാട് കച്ചേരിപ്പറമ്പിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് ആനയുടെ കുത്തേറ്റു. പരിക്കേറ്റത് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ M ജഗദീഷിന്. അപകടം നടന്നത് ഇന്ന് വൈകിട്ട്. ഇദ്ദേഹത്തെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസുകാർക്കിടയിൽ കാര്യമായ ആന്തരിക സമ്മർദ്ദങ്ങളുണ്ടെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രമേയം. പ്രമേയം അവതരിപ്പിച്ചത് ആലുവയിൽ നടക്കുന്ന എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനത്തിൽ. വിശ്രമമില്ലാതെ ജോലിയും ഏത് തരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന മേൽ കീഴുദ്യോഗസ്ഥ ബന്ധങ്ങളും ജോലി സംബന്ധമായ പരിചയക്കുറവും പലരെയും വ്യക്തിപരമായും കുടുംബപരമായ പ്രശ്നങ്ങളിലേക്കും വിഷാദരോഗത്തിലേക്കും നയിക്കുന്നതായും പ്രമേയത്തിൽ. അതിനൂതന ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ച കോട്ടയം മെഡിക്കൽ കോളേജ്. ഹൃദയത്തിനുള്ള ജന്മനായുള്ള ദ്വാരമായ സൈനസ് വിനോസസ് ASD കാർഡിയോളജി ഇന്റർവെൻഷൻ പ്രൊസീജിയറിലൂടെ അടച്ചാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത്. ആൻജിയോപ്ലാസ്റ്റി പോലെ താക്കോൽ ദ്വാര സുഷിരം വഴി സ്റ്റെന്റ് ഘടിപ്പിച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത്. പാലാ സ്വദേശിനിയായ 42-കാരിക്കാണ് ഇന്റർവെൻഷൻ പ്രൊസീജിയർ നടത്തിയത്. ഹൈദരാബാദിൽ 8 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. 12ഉം 13ഉം വയസ്സുള്ള 3 ആൺകുട്ടികൾ പോലീസ് കസ്റ്റഡിയിൽ. ചോദ്യം ചെയ്യലിൽ കുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നതായി സമ്മതിച്ച ആൺകുട്ടികൾ പെൺകുട്ടിയുടെ മൃതദേഹം കനാലിൽ തള്ളിയെന്നും മൊഴി. മൃതദേഹം കണ്ടെത്താനാകാതെ പോലീസ്. ജനിക്കാത്തതിലെ നിരാശയിൽ 3 ദിവസം പ്രായമായ ഇരട്ട കുട്ടികളെ കൊലപ്പെടുത്തി. പിതാവ് ഹരിയാന സ്വദേശി നീരജ് സോളങ്കിയെ അറസ്റ്റ് ചെയ്ത ഡൽഹി ക്രൈംബ്രാഞ്ച്. അസുഖം മൂലം കുഞ്ഞുങ്ങൾ മരിച്ചെന്ന് ഭാര്യയോട് കള്ളം പറഞ്ഞ വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചുമൂടിയെന്നും പോലീസ്. ഒളിവിലുള്ള അമ്മയും സഹോദരിയെയും പിടികൂടുവാൻ ശ്രമം. കുഞ്ഞുങ്ങളുടെ മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ. മണിക്കൂറിനിടെ ഉത്തർപ്രദേശിൽ വ്യത്യസ്തയിടങ്ങളിൽ ഉണ്ടായ മിന്നലാക്രമണത്തിൽ 38 മരണം. നിരവധി പേർക്ക് പരിക്ക്.
സുൽത്താൻപൂരിൽ മരിച്ച 7 പേരിൽ 3 കുട്ടികളും. മഴ മൂലം മരത്തിനടിയിൽ കയറി നിന്ന സ്ത്രീക്കും ഇടിമിന്നലേറ്റു. മിന്നലാക്രമണമുണ്ടായത് പ്രതാപ്ഗഡ്, സുൽത്താൻപൂർ, ചന്ദൌലി, മെയിൻപുരി, പ്രയാഗ്രാജ്, ഹാത്രസ്, വാരണാസി എന്നിവിടങ്ങളിൽ. കനത്ത മഴ, വെള്ളപ്പൊക്ക ദുരിതത്തിനിടെയാണ് സംസ്ഥാനത്ത് മിന്നലാക്രമണവും. ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിൽ ഞെട്ടിക്കുന്ന തോൽവി. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് വാർഷിക പരീക്ഷയിൽ കൂട്ടത്തോൽവി. 2023-24 അധ്യയന വർഷത്തെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ തോറ്റത് 1 ലക്ഷത്തിലധികം 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ. 46,000-ത്തിലധികം 8ാം ക്ലാസ് വിദ്യാർത്ഥികളും 50,000-ത്തിലേറെ +1 വിദ്യാർത്ഥികളും വാർഷിക പരീക്ഷയിൽ പരാജയപ്പെട്ടു. ഡൽഹി സർവകലാശാലയിലെ നിയമബിരുദ കോഴ്സിന്റെ സിലബസിൽ മനുസ്മൃതി ഉൾപ്പെടുത്തുവാൻ നടപടി. ജൂറിസ് പ്രൂഡൻസ് എന്ന പേപ്പറിന്റെ ഭാഗമായി മനുസ്മൃതി ഉൾപ്പെടുത്തുവാനാണ് സർവകലാശാലയുടെ നീക്കം. നാളെ ചേരുന്ന അക്കാദമിക് കൗൺസിൽ യോഗത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. ബ്രിജ് ഭൂഷണെതിരായ ലൈംഗികാതിക്രമ കേസിൽ 2 സാക്ഷികൾക്ക് കോടതി സമൻസ്. മൊഴി രേഖപ്പെടുത്തുവാൻ ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് സമൻസ് അയച്ചത്. ജൂലൈ 26-ന് കേസ് പരിഗണിക്കും. ബിഎസ്പിയുമായി സഖ്യമുണ്ടാക്കാൻ ഒരുങ്ങി INLD. വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പാർട്ടികളും ഒന്നിച്ച് മത്സരിക്കുമെന്ന് INLD നേതാവ് അഭയ് ചൌട്ടാല. സഖ്യമുണ്ടാക്കുവാനുള്ള തീരുമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തെ തുടർന്ന്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ അതിഥിയായി ചേർന്ന ബ്രസീൽ നാഷണൽ ഹൈക്കോടതി നിയുക്ത ചീഫ് ജസ്റ്റിസ് ആന്റണിയോ ഹെർമൻ ബെഞ്ചമിൻ. അതിഥി ജഡ്ജിയെ സ്വാഗതം ചെയ്തും അഭിഭാഷകർക്ക് പരിചയപ്പെടുത്തിയും ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ. വിവിധ കേസുകളിൽ വാദം കേട്ട ജസ്റ്റിസ് ആന്റോണിയോ ഹെർമൻ ബെഞ്ചമിൻ ഇന്ത്യയിലെത്തിയത് വിനോദ സന്ദർശനത്തിനായി. സൗഹൃദ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ജഡ്ജിമാരെ സ്വീകരിക്കുകയും അതിഥി ജഡ്ജിയായി ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് സുപ്രീം കോടതിയിലെ പതിവ്. ടൂറിസ്റ്റ് വാഹന നികുതിയിൽ ഹൈക്കോടതികളെ സമീപിക്കുവാൻ സുപ്രീം കോടതി നിർദ്ദേശം. അഖിലേന്ത്യാ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ അതിർത്തി നികുതി പിരിക്കുന്ന വിഷയം ഉന്നയിക്കേണ്ടത് അതത് ഹൈക്കോടതികളിൽ. കേസിന്റെ തുടക്കം അഖിലേന്ത്യാ പെർമിറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് തമിഴ്നാട് സർക്കാർ നികുതി ഈടാക്കിയതുമായി ബന്ധപ്പെട്ട്. നീറ്റ് ക്രമക്കേടിൽ അന്വേഷണ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച CBI. നൽകിയത് ബീഹാർ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ അന്വേഷണ റിപ്പോർട്ട്. ചോദ്യപേപ്പർ ചോർച്ച പ്രാദേശികമായി നടന്നതാണെന്നും ക്രമക്കേട് വ്യാപകമല്ലെന്നും റിപ്പോർട്ടിൽ. പരീക്ഷാ ക്രമക്കേട് ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുക വ്യാഴാഴ്ച. രാജ്യത്തെ ജയിലുകളിൽ ജാതി വിവേചനം നിലനിൽക്കുന്നെന്ന റിപ്പോർട്ടിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി. ജയിൽ ചട്ടങ്ങളിലടക്കം നിലനിൽക്കുന്ന വിവേചനപരമായ പരാമർശങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ. നടപടി മാധ്യമപ്രവർത്തക സുകന്യ ശാന്ത നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ. രണ്ടാം ദേശീയ ജുഡീഷ്യൽ പേ കമ്മീഷൻ ശുപാർശ നടപ്പാക്കാത്ത സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ച സുപ്രീം കോടതി. സംസ്ഥാന സിവിൽ സർവീസുകാരുടെ ശമ്പളം സർക്കാരുകൾ പരിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ശമ്പള വർധനവ് പരിഗണിക്കുന്നില്ലെന്ന് വിമർശനം. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും ധനസെക്രട്ടറിയും ഓഗസ്റ്റ് 23-ന് ഹാജരാകുവാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കള്ളപ്പണ ഇടപാട് കേസ് പ്രതിയുടെ ജാമ്യം നടപ്പാക്കുന്നത് തടഞ്ഞ ഇഡിക്കും ഹൈക്കോടതി ഉത്തരവിനുമെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഹൈക്കോടതി അകാരണമായി തടഞ്ഞതിനെ ചോദ്യം ചെയ്ത ഹർജി പരിഗണിക്കവേ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇഡിയോട് ചോദിച്ച കോടതി സംഭവം ഞെട്ടിപ്പിക്കുന്നതെന്നും ഇഡിയോട് മറുപടി നൽകുവാനും ആവശ്യപ്പെട്ടു.
യമുനയിലെ ജലനിരപ്പ് അപകടരേഖ കടന്നാലുണ്ടാകുന്ന പ്രളയം നേരിടുവാൻ ഡൽഹി പൂർണ്ണ സജ്ജമാണെന്ന് ഡൽഹി മന്ത്രി അതിഷി. യമുനയിലെ ജലനിരപ്പ് നിലവിൽ അപകടരേഖയ്ക്ക് താഴെ എങ്കിലും വെള്ളപ്പൊക്കത്തിന് സമാനമായ ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ വകുപ്പുകൾ പൂർണ്ണ സജ്ജമെന്ന ഡൽഹി മന്ത്രി അതിഷി. അത്തരം സാഹചര്യത്തെ നേരിടുവാൻ മോട്ടോർ ബോട്ടുകളും മുങ്ങൽ വിദഗ്ധരും മെഡിക്കൽ സ്റ്റാഫുകളും അടങ്ങിയ ടീമുകൾ സജ്ജമെന്ന റവന്യൂ ഉദ്യോഗസ്ഥരും. ത്രിപുരയിൽ 2023-24 കാലയളവിൽ 1790 പേർക്ക് HIV ബാധയുണ്ടായതായി സർക്കാർ. 2022-23 കാലയളവിൽ 2 കുട്ടികളടക്കം 67 പേരും 2023-24 കാലയളവിൽ 45 പേരും HIV ബാധിച്ച് മരിച്ചതായി ത്രിപുര സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പ്രൊജക്ട് ഡയറക്ടർ സമർപ്പിത ദത്ത. ദേശീയ എയ്ഡ്സ് നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്ത് HIV പടരുന്നത് തടയുവാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ. ഇന്ത്യൻ പൗരന്മാരെ തങ്ങളുടെ സൈന്യത്തിൽ ആവശ്യമില്ലെന്ന റഷ്യയുടെ പ്രസ്താവന സപ്പോർട്ടിംഗ് സ്റ്റാഫായി റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുവാനുള്ള ഇന്ത്യയുടെ ആഹ്വാനത്തിന് പിന്നാലെ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ വക്താവ് റോമൻ ബാബ്ഷുകിൻ. നാറ്റോ ഉച്ചകോടിയിൽ യുക്രൈന് അംഗത്വമില്ല. എന്നാൽ അംഗത്വത്തിനായി ഭാവിയിൽ യുക്രൈനെ പിന്തുണയ്ക്കുമെന്ന നാറ്റോ അംഗങ്ങൾ. റഷ്യയെ പ്രധാനപ്പെട്ട സുരക്ഷാ വെല്ലുവിളിയായി പ്രഖ്യാപിച്ച ഉച്ചകോടി. യുദ്ധസാമഗ്രികളും $43.3 ബില്യൺ ധനസഹായവും അടുത്ത വർഷം യുക്രൈന് ലഭ്യമാക്കുമെന്നും നാറ്റോ. യുക്രൈൻ സൈന്യത്തിന് പരിശീലനവും സൈനിക സഹായങ്ങളും നൽകുവാൻ നാറ്റോയുടെ പ്രത്യേക യൂണിറ്റ് സ്ഥാപിക്കുവാനും ഉച്ചകോടിയിൽ തീരുമാനം. ഇന്ധന ടാങ്കറുകളിൽ പാചക എണ്ണ, ഭക്ഷ്യവിഷബാധയുടെ ആശങ്കയിൽ ചൈനീസ് ജനത. പാചക എണ്ണകളും സിറപ്പുകളും കൊണ്ടുപോകുവാനായി ഇന്ധനങ്ങൾ കൊണ്ടുപോകുന്ന ടാങ്കറുകൾ വൃത്തിയാക്കാതെ ഉപയോഗിക്കുന്നുവെന്ന ബീജിംഗ് ന്യൂസ്. ടാങ്കറുകളിൽ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് ചൈനയിൽ മാനദണ്ഡങ്ങളില്ലെങ്കിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ കൊണ്ടുവരണമെന്ന് ഉന്നയിച്ചു ചൈന. ഗാസ നഗരത്തിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു പോകുവാൻ നിർദ്ദേശം. വിമാനത്തിൽ നിന്നും ലഘുലേഖകൾ പറത്തിവിട്ട ഇസ്രയേൽ സൈനികർ ദേർ അൽ ബാല, അൽ സഹൈവിദ എന്നിവിടങ്ങളിലെ സുരക്ഷാ മാർഗങ്ങളിലൂടെ ജനങ്ങൾ മാറണമെന്നും ലഘുലേഖയിൽ. മധ്യസ്ഥ ചർച്ചകൾക്ക് ഇടയിലും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നു. ഒഴിഞ്ഞു പോകുവാനുള്ള നിർദ്ദേശം. വടക്കൻ ഗാസ പ്രദേശങ്ങളിൽ പോരാട്ടം കടുപ്പിക്കാനെന്നും ഇസ്രയേൽ സൈന്യം. പ്രതിരോധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുവാൻ ഇന്ത്യ UAE ധാരണ. സംയുക്ത പ്രതിരോധ സഹകരണ സമിതിയുടെ 12ാമത് എഡിഷനിൽ ധാരണയിലെത്തി. ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ധാരണയിലെത്തിയത്. പ്രധാന ചർച്ചാ വിഷയമായത് സമുദ്ര സുരക്ഷാ മേഖലകളിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള സഹകരണ സാധ്യതകൾ, പരിശീലനം, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പ്രതിരോധ വ്യാവസായിക സഹകരണം, വിഷയ വിദഗ്ധരുടെ കൈമാറ്റം, ഗവേഷണം, വികസനം എന്നിവയുൾപ്പെടെയുള്ള സഹകരണ സാധ്യതകളുടെ മേഖലകളിലെ സഹകരണ സാധ്യതകളും ചർച്ച ചെയ്യും. വാഹനങ്ങളിലെ ഇ-കോൾ സംവിധാനം ഏർപ്പെടുത്തുവാൻ UAE സർക്കാർ അനുമതി നൽകി. UAE-യിലെ വാഹനങ്ങൾ ഇനി അപകടങ്ങൾ സ്വയം റിപ്പോർട്ട് ചെയ്യും. അപകടത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഇടയിലുള്ള സമയം 40% കുറയ്ക്കുവാൻ ഈ സംവിധാനത്തിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. സൗദിയിലെ കൗബ കിസ്വ മാറ്റിവെക്കൽ ചടങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി പങ്കെടുത്ത സ്ത്രീകൾ. ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള പുതുവർഷ ദിനത്തിലെ ചടങ്ങിൽ പങ്കെടുത്തത് സൗദിയിലെ ഗ്രാൻഡ് മോസ്കിന്റെയും പ്രവാചകന്റെ പള്ളിയുടെയും പരിപാലനത്തിനായുള്ള ജനറൽ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന സൗദി വനിതകൾ. പരിപാടിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സൗദി പ്രസ് ഏജൻസി.
അബുദാബിയിൽ കനത്ത ചൂടിന് ആശ്വാസമായി മഴയെത്തും. എമിറേറ്റിലെ ചില പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴ പെയ്യുവാൻ സാധ്യതയുണ്ടെന്ന് NCMന്റെ മുന്നറിയിപ്പ്. കാറ്റ് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വീശുവാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ സൗദി എയർലൈൻസ് വിമാനത്തിന്റെ ടയറിന് തീപിടിച്ചു. പുക ഉയർന്നതിനെ തുടർന്ന് അടിയന്തരമായി ലാൻഡ് ചെയ്ത് യാത്രക്കാരെ പുറത്തിറക്കി. റിയാദിൽ നിന്ന് 297 യാത്രക്കാരുമായി പാകിസ്ഥാനിലെ പെഷവാറിലേക്ക് പറന്ന സൗദി എയർലൈൻസ് SB 792 വിമാനത്തിലാണ് തീപിടുത്തമുണ്ടായത്. സൗദി അറേബ്യയിൽ ജോലി ലഭിക്കുവാനുള്ള പ്രൊഫഷണൽ പരീക്ഷ 160 രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാൻ നീക്കം. ആദ്യഘട്ടത്തിൽ 128 രാജ്യങ്ങളിലാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം നിർബന്ധമാക്കിയത്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് പുതിയ വിസയിൽ വരുന്നവർക്ക് ടെസ്റ്റ് നേരത്തെ നിലവിൽ വന്നിരുന്നു. രജിസ്റ്റർ ചെയ്ത അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് 1 വർഷം കൂടി തങ്ങാമെന്ന പാകിസ്ഥാൻ. 1.5 ദശലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികളുടെ രജിസ്ട്രേഷൻ കാർഡുകളുടെ സാധുത 1 വർഷത്തേക്ക് കൂടി നീട്ടുവാൻ ഫെഡറൽ ക്യാബിനറ്റിന്റെ അംഗീകാരം. നടപടി നാടുകടൽ പദ്ധതി നിർത്തണമെന്ന മുതിർന്ന UN ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന്. ലോകത്തെ ആദ്യ AI സൗന്ദര്യ മത്സരത്തിൽ വിജയിയായി കെൻസാ ലെയ്ലി. 1500 AI നിർമ്മിത മോഡലുകളെ പിന്തള്ളിയാണ് കെൻ കിരീടമണിഞ്ഞത്. $20,000 സമ്മാനത്തുക. സൗന്ദര്യം, സാങ്കേതിക വിദ്യ, ഓൺലൈൻ ഇൻഫ്ലുവൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സൗഹൃദമാക്കുവാൻ പുതിയ പദ്ധതിയുമായി അബുദാബി. പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ദേശീയ ഹരിത സർട്ടിഫിക്കറ്റ് പദ്ധതിക്ക് തുടക്കം. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുവാൻ കഴിയുന്ന 4 എയർബസ് വിമാനങ്ങൾ വാങ്ങുവാൻ സൗദി. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് കമ്പനിയുമായി കരാറിൽ ഒപ്പുവെച്ച സൗദി. ലക്ഷ്യം റോയൽ സൗദി എൻഫോഴ്സിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക എന്നത്. റിലയൻസ് ജിയോയുടെ പ്രാരംഭ ഓഹരി വിൽപ്പന 2025 പ്രതീക്ഷിക്കാമെന്ന സൂചനകളുമായി പ്രമുഖ US സ്ഥാപനമായ ജെഫറീസ്. $112 ബില്യൺ ജിയോയ്ക്ക് ജെഫറീസ് ഇപ്പോൾ വിലയിരുത്തുന്ന മൂല്യം. ജിയോയുടെ ലിസ്റ്റിംഗ് മാതൃസ്ഥാപനമായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി വില 7 മുതൽ 15% വരെ ഉയരുവാൻ വഴിയൊരുക്കുമെന്നും ജെഫറീസ് അഭിപ്രായപ്പെട്ടു. കാത്തിരിപ്പിനൊടുവിൽ ഫോൾഡബിൾ ഫ്ലിപ്പ് ഫോണുകൾ അവതരിപ്പിച്ച സാംസങ്. ഗാലക്സി Z Fold 6, Z Flip 6 എന്നിവയാണ് പാരീസിലെ സാംസങ് ഗാലക്സി അൺപാക്ഡ് ഇവന്റിൽ അവതരിപ്പിച്ചത്. സാംസങ് ഗാലക്സി Z Fold 6ന്റെ ഇന്ത്യയിലെ വില 1,64,999 രൂപ മുതൽ ആരംഭിക്കും. ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ ദക്ഷിണ കൊറിയയിലെ സാംസങ് ഇലക്ട്രോണിക്സിൽ 5000-ലേറെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് സമരം. 3 ദിവസത്തേക്ക് പ്രഖ്യാപിച്ച സമരമാണ് അനിശ്ചിതകാലത്തേക്ക് നീട്ടിയത്. 2ാം തവണയും മനുഷ്യരിൽ പരീക്ഷണത്തിനൊരുങ്ങി ന്യൂറാലിങ്ക്. മറ്റൊരാളിൽ കൂടി ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ഉപകരണം സ്ഥാപിക്കുവാൻ പദ്ധതി. നിർമ്മിത ബുദ്ധിയെ നേരിടുവാൻ മനുഷ്യന് സൂപ്പർ പവർ നൽകാനാണ് ന്യൂറാലിങ്ക് ലക്ഷ്യമിടുന്നതെന്ന് മസ്ക്. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനദാതാക്കൾക്കായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ച DGCA. വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. പുറപ്പെടുവിച്ചത് നിർബന്ധിത സുരക്ഷാ ക്ലിയറൻസ് ആവശ്യകത അടക്കമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ. റെഡ്മി പാഡ് പ്രോ ഈ മാസം ഇന്ത്യൻ വിപണിയിലെത്തും. റെഡ്മി 13 5G പുറത്തിറക്കുന്ന വേളയിലാണ് പ്രഖ്യാപനം. ചൈനയിലെ സമാന ഫീച്ചറുകളുള്ള ടാബ്ലറ്റ് ആണോ ഇന്ത്യൻ വിപണിയിലേക്ക് വരിക എന്നത് വ്യക്തമല്ല. ഹൈപ്പർ OSൽ വരുന്ന ഏറ്റവും പുതിയ ടാബ്ലറ്റാണ് റെഡ്മി പാഡ് പ്രോ.
ഡെലിവറി തൊഴിലാളികൾ കടുത്ത സമ്മർദ്ദത്തിലും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലും ജോലി ചെയ്യുന്നതായി UNI ഗ്ലോബൽ യൂണിറ്റിന്റെ റിപ്പോർട്ട് ഇന്ത്യയിലെ 1838 ആമസോൺ ജീവനക്കാരിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ. പുതിയ ബിൽ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കുവാൻ ഫ്ലിപ്കാർട്ട് ബിൽ ഡെസ്കുമായി സഹകരിച്ചാണ് സംവിധാനം നടപ്പിലാക്കുക. ഫാസ്ടാഗ്, DTH റീചാർജ് തുടങ്ങിയ സൗകര്യങ്ങൾ ഇനി മുതൽ ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാകും. കൺസ്യൂമർ ഡ്യൂറബിൾ ആൻഡ് അപ്ലയൻസസ് നിർമ്മാതാക്കളായ വേൾപൂൾ ഇന്ത്യ ചിലവ് ചുരുക്കൽ നടപടികളിലേക്ക്. ലോജിസ്റ്റിക്, ഇൻഫ്രാസ്ട്രക്ചർ, ട്രാവൽ എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ചെലവ് കുറയ്ക്കുവാൻ ടീമുകൾക്ക് നിർദ്ദേശം നൽകി കമ്പനി ലക്ഷ്യം ചിലവ് ചുരുക്കൽ നടപടിയിലൂടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. സയനിസ്റ്റ് വിമർശനത്തിൽ നയംമാറ്റം പരസ്യമാക്കി മെറ്റ. ഇനി മുതൽ സയനിസ്റ്റുകളെ ലക്ഷ്യമിട്ടുള്ള പോസ്റ്റുകൾ വിലക്കുമെന്ന് കമ്പനി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ത്രെഡ്സ് ഉൾപ്പെടെയുള്ള മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പുതിയ ഭേദഗതി ബാധകമാകും. ചൈനയിലെ ജീവനക്കാർക്ക് ആപ്പിൾ കമ്പനിയുടെ ഉപകരണങ്ങൾ നൽകുവാനൊരുങ്ങി മൈക്രോസോഫ്റ്റ്. രാജ്യത്ത് ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് സേവനങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. നിലവിൽ ഹോങ്കോങ് ഉൾപ്പെടെയുള്ള ചൈനയിലുടനീളം ആൻഡ്രോയിഡ് ഹാൻഡ്സെറ്റുകൾ ഉപയോഗിക്കുന്ന ജീവനക്കാർക്ക് കമ്പനി iPhone 15 മോഡലുകൾ നൽകും. ഷഹീൻ സിദ്ദിഖ്, ജാഫർ ഇടുക്കി, സുധീർ കരമന, കുഞ്ചൻ, ഡ്രാക്കുള സുധീർ, വിജയകുമാർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഗുലാൻ തട്ടുകടയുടെ പൂജ നാളെ. മുന്ന ഇഷാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജ നാളെ രാവിലെ കൊച്ചി മെർമേഡ് ഹോട്ടലിൽ നടക്കും. ബിനീഷ്, സാജൻ പള്ളുരുത്തി, സാജു കൊടിയൻ, മസ്താനി എന്നിവരും പ്രധാന കഥാപാത്രങ്ങൾ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താനാര എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിട്ട നടൻ ഫഹദ് ഫാസിൽ. റാഫിയുടെ തിരക്കഥയിൽ ഹരിദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ബിജു വി മത്തായി. ദീപ്തി സതി, ചിന്നു ചാന്ദിനി, ജിബു ജേക്കബ്, സ്നേഹ ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തും. ഹരിനാരായണന്റെ ഗാനങ്ങൾക്ക് ഗോപി സുന്ദർ ഈണം പകരുന്നു. ചിത്രം പ്രദർശനത്തിനെത്തുക ഓഗസ്റ്റ് 9. മമ്മൂട്ടി നായകനായ മാസ് ആക്ഷൻ ചിത്രം ടർബോ ഓഗസ്റ്റ് 9 OTT-യിൽ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് വൈശാഖ സംവിധാനം ചെയ്ത ചിത്രം എത്തുന്നത് സോണി ലിവിൽ. 70 കോടി ഗ്രോസ് കളക്ഷൻ നേടി ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് മിഥുൻ മാനുവൽ തോമസ് ആണ്. തിയേറ്ററിൽ നിന്നും ടർബോ നേടിയത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഇനീഷ്യൽ കളക്ഷൻ. വിജയ് സേതുപതി ചിത്രം മഹാരാജ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് 8 കോടിയിലേറെ കളക്ഷൻ. നാളെ മുതൽ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഉത്തരാഖണ്ഡ എന്ന ബ്രഹ്മാണ്ഡ കന്നഡ ചിത്രത്തിലെ ശിവരാജ് കുമാറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. മല്ലികെ എന്നു പേരുള്ള കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടത് ശിവരാജ് കുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച്. രോഹിത് പടകി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ KRG സ്റ്റുഡിയോയുടെ ബാനറിൽ കാർത്തിക് ഗൌഡ, യോഗി ജി രാജു എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നു. ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അമിത് ത്രിവേദി. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്തിനിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായി. അമിത് ചക്കാലക്കൽ, വിനയ് ഫോർട്ട്, മോക്ഷ പുതുമുഖങ്ങളായ ആരതി നായർ, എനാക്ഷി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കുന്ന ചിത്രം ഓഗസ്റ്റ് 2 തിയേറ്ററിലെത്തും. ഹൊറർ ഫാമിലി ഇമോഷണൽ ത്രില്ലറായി ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് രഞ്ജിൻ രാജ്.
ഇന്ത്യൻ ടൂവിന്റെ കേരള ലോഞ്ച് വേദിയിൽ അന്തരിച്ച നടൻ നെടുമുടി വേണുവിനെ അനുസ്മരിച്ച കമൽഹാസൻ. തന്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രിയപ്പെട്ട നടനാണ് നെടുമുടിയെന്ന കമൽഹാസൻ. ഇന്ന് കൂടെയില്ലെങ്കിലും ഇന്ത്യൻ ടൂ ഇറങ്ങിയ ശേഷം നെടുമുടി വേണു എന്നും നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് സംവിധായകൻ ശങ്കർ.